ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരേ ഒരു ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു ടിപ്പാണ്, പക്ഷേങ്കിൽ അത് കുഞ്ഞു ടിപ്പാണെങ്കിലും നല്ല ഉപകാരപ്പെടുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എന്താ നോക്കാം. ഇപ്പം മഴക്കാലം അതിനെക്കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം നല്ല രീതിക്ക് തന്നെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൊതുക് കടിച്ചാൽ പിന്നെ ചുവന്ന തടിപ്പ് വന്നാൽ നമ്മൾ ചൊറിഞ്ഞ് അതെല്ലാം കൂടി ഇൻഫെക്ഷൻ ആവും. കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഈ ഒരു മേൽ മൊത്തം ഈ ഒരു ചുവന്ന തടിപ്പുണ്ടാവും. അവർക്ക് നല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൊതുക് കടിച്ചിട്ടുള്ള ഈ ഒരു ചൊറിച്ചിലും ഈ ഒരു ചുവന്ന പാടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ. അത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങയും രണ്ടോ മൂന്നോ സ്പൂൺ ഉപ്പുമാണ് കേട്ടോ. പൊടി ഉപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് 1.5 സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുനാരങ്ങ മുറിച്ചിട്ട് ഒരു പകുതി ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രിയോ രാവിലെ എപ്പം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ചെയ്തത്. അവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു കൊതുക് കടിച്ചുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ വിക്സ് ജസ്റ്റ് ഒന്ന് തടവിയാലും ഈ ഒരു ചൊറിച്ചിൽ മാറും കേട്ടോ. ചുവന്ന തടിപ്പ് മാറില്ല, പക്ഷേങ്കിൽ ഈ ഒരു കൊതുക് കടിച്ചാൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വിക്സ് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ, ഈ ഒരു കടിച്ചിട്ട് ചിണർത്ത് ഭാഗത്തായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഓയിലാണ്. നമ്മൾ തലയിൽ തേക്കുന്ന ഓയിലായാലും അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബേബി ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബേബി മസാജ് ഓയിലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് അളവിൽ നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഉപ്പെടുത്തിട്ടുണ്ടോ അതിൻ്റെ ഈ ഒരു ഇത് നോക്കിയിട്ട് 3 സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1.5 സ്പൂൺ ഉപ്പെടുത്തതിനെ കൊണ്ട് തന്നെ ഒരു 5-6 തുള്ളി ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കട്ടിയിൽ നമ്മൾ തേക്കുമ്പോൾ അത് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിലായിരിക്കണം കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ എവിടെയാണോ ഈ ഒരു കൊതുകിന് കടിച്ചിട്ട് ഈ ഒരു തടിപ്പുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിലോ സോപ്പ് ഉപയോഗിച്ചിട്ടോ കഴുകി കളയാവുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഒരു ചുവന്ന തടിപ്പൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ചൊറിച്ചിലോ അവർക്ക് അങ്ങനത്തെ ചൊറിച്ചിൽ ഉള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ചൊറിച്ചിലൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ. 100% വർക്കിംഗ് ആണ്. ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡോക്ടർ ഷെയർ ചെയ്തിട്ട് കണ്ടിട്ടാട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം പുതിയൊരു ടിപ്പുമായിട്ട് വരുന്നവരെ താങ്ക് യു.